എന്താ? ഞാൻ ഭക്ഷണം കഴിച്ചു, നീ അമ്മ കഴിക്കും. എനിക്ക് വേണ്ട. അതിന് ഞാനല്ലേ നിരാഹാരം തുടങ്ങിയത്, ഞാനത് അവസാനിപ്പിച്ചു. പിന്നിപ്പ എന്താ? എനിക്ക് നിന്നെ വിശ്വാസമില്ല. ഇപ്പൊ വിശ്വാസമായോ? ഇനി അമ്മയ്ക്ക് കഴിക്കാലോ. കഴിക്കമ്മേ. നീ വയറ് വിശന്നിരിക്കുമ്പോ എനിക്കിറങ്ങൂ. ദേ, ഇനി ഇങ്ങനത്തെ തീരുമാനമൊന്നും എടുക്കരുത് കേട്ടല്ലോ. ഇല്ലമ്മേ. മതി. എന്തു പറ്റി? ഒന്നുമില്ല. താനിപ്പോ കുളിച്ചോ? എന്തിനാ കുളിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ കിടന്ന് തുമ്മുന്നത്? ഞാൻ അടുക്കളയിലെ ജോലി കഴിഞ്ഞാ എന്നും കുളിക്കാറുണ്ട്. ഇതിപ്പോ ഇങ്ങനെ വന്നാ എന്താ ചെയ്യാ? തുമ്മല് വന്ന തുമ്മും, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? തന്റെ കലി അടങ്ങില്ല ഇതുവരെ അല്ലേ? അതെ, പറയണമെന്ന് പറഞ്ഞ കാര്യം താൻ പറഞ്ഞില്ലെങ്കിലും തന്റെ സങ്കടം കണ്ട് മനസ്സലിഞ്ഞിട്ടാ ഞാൻ ഭക്ഷണം കഴിച്ചത് കേട്ടല്ലോ. താൻ എന്നോട് പറയണ്ട. പക്ഷേ തനിക്ക് എന്നെ ജീവനെ പോലെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഭക്ഷണം കഴിക്കാൻ തന്നത് നിർബന്ധിച്ചതൊക്കെ മനുഷ്യത്വത്തിന്റെ പേരില. ഒരാള് പോലും അത്താഴപ്പട്ടിണി കിടക്കാൻ പാടില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയും. നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യണമെന്നും പറയും. അതാ ഞാനിന്ന് ചെയ്തത്. ഇത് കള്ളം പറഞ്ഞതിന്റെ? ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല, സത്യം തന്നെയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞേക്കാം, ഇതെന്നെ വാശി പിടിപ്പിക്കലാണേ. ഇനി ഇതിൽ കൂടിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പോ എന്താ തിരിച്ച് ചെയ്യുന്ന എനിക്കൊന്നും അറിയണമല്ലോ. എന്ത് ചെയ്യാനാ? അത് ഞാൻ ചെയ്യും, അപ്പൊ കണ്ടോ താൻ. ഓ, അപ്പോ എന്നെ മറ്റുള്ളവര് വെറുക്കുന്ന കാണാൻ ഇഷ്ട ആണെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം. അല്ലെങ്കിലും ഞാൻ ജീവിതത്തിൽ അങ്ങനെ സന്തോഷിച്ചിട്ടൊന്നുമില്ലല്ലോ. സങ്കടങ്ങളൊക്കെ നല്ല ശീലമാ. നേരത്തെ ചാവെന്ന് പറഞ്ഞല്ലേ എന്നെ ഭീഷണിപ്പെടുത്തിയത്? ചാകുന്നതിനെ കുറിച്ച് ഒരുപാട് നേരത്തെ ചിന്തിച്ചിട്ടുള്ളവളാ ഞാൻ. അതിനൊക്കെ തയ്യാറെടുത്തതുവാ. നിങ്ങളുടെ ഒക്കെ ജീവനെ നല്ല വില, എനിക്കതില്ല. ഞാൻ വേണ്ടെന്ന് വെച്ചാൽ എല്ലാം അവിടെ കൊണ്ടങ്ങ് തീരും. എന്താ ഇവിടെ? രാധിക മോൾക്ക് നല്ല പനി. മുത്തശ്ശി മുത്തശ്ശി എപ്പോഴാ ഈ മുറിയിലേക്ക് വന്ന്? ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ ഉണ്ടല്ലോ. എന്തു പറ്റി? മരുന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ണു തുറക്കുന്നത് വരെ ആരെങ്കിലും ഒരാള് നോക്കിയിരിക്കണം. പ്രിയങ്ക, നീ ഇവിടെ ഇരുന്ന്. വേണ്ട, ഞാനിരുന്നാലും ഉറങ്ങിപ്പോ മുത്തശ്ശി. ഏട്ടത്തിരിക്കോ കാവലായിട്ട്? അയ്യോ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നാ മതി. എന്താ പിന്നെ ഏട്ടത്തിയല്ലേ, ഉറക്കം കളയണ്ട. പിന്നെ ഏട്ടത്തിന്റെ മാത്രമല്ല, വേറെ ആരുടെയും. പ്രിയങ്കേ, അത് ഞാനേ ഈ ഏട്ടത്തേക്ക് ഭ്രാന്തം. അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടുവെന്ന് തോന്നുന്നു. മനുഷ്യന് ഉറക്കവും കളഞ്ഞു. എന്നാൽ ഈ മുത്തശ്ശി എവിടുന്ന് വന്നു?
ഛേ നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോടാ. ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശി, രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പോയി കുളിച്ചിരുന്നു. തുമ്മിക്കൊണ്ടാ നടന്നുകൊണ്ടിരുന്നേ. മുത്തശ്ശി, നമുക്ക് ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? ഗുളിക കൊടുത്തല്ലോ, ചിലപ്പോ നന്നായിട്ടൊന്ന് വേർത്ത പനി വിടും. കുറച്ചു നേരം നോക്കാം, എന്നിട്ട് എന്തെങ്കിലും ചെയ്യും. ആ, നീ ആ കാലൊന്ന് ചൂടാക്കി കൊടുക്ക. ഉം